CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വോട്ട് വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ KV നഫീസ രാജിവെക്കുക, CPMന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് താൻ തമാശയായി പറഞ്ഞതാണെന്ന മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫർ മാസ്റ്ററുടെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലായെന്നും ജാഫർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. വടക്കാഞ്ചേരി കോഴ വിവാദം. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് പിന്നിലെന്നും CPMന്റെ MP-മാർക്കും MLA-മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തണമെന്നും ജോസഫ് ടാജറ്റ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഗെയിൽ പാചകവാതക വിതരണ കേന്ദ്രത്തിൽ നിന്നും വാതക ചോർച്ചയെന്ന് സംശയിച്ച് ജനം തടിച്ചുകൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മേഖലയിൽ രൂക്ഷഗന്ധം പരന്നതിനെ തുടർന്ന് ആശങ്ക ഉയർന്നിരുന്നു. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും നേരിട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. പട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുളാൽ ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ 7-നായിരുന്നു സംഭവം. ചൊവ്വന്നൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ UDF നടത്തിയ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ മാത്രമല്ല കുന്നംകുളം നഗരസഭയിലും കാട്ടകമ്പാൽ ചൂണ്ടൽ പഞ്ചായത്തുകളിലും UDF അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരുന്നതായും CPM ആരോപിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 12 ദിവസമായി നടന്നുവന്നിരുന്ന തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. ശ്രീപാർവതിക്ക് പട്ടും താലിയും സമർപ്പിക്കാൻ സ്ത്രീകളുടെ വൻ തിരക്കാണ് ദൃശ്യമായത്. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. സഹകരണ പ്രസ്ഥാനം കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നുവെന്ന് AC മൊയ്തീൻ MLA. 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വീടുകയറി ആക്രമിക്കുകയും വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. ചെറുവത്താനി സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബോണിയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി ഫൊറോന ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച അടിപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുഹൃദയ ചാപ്പലിന്റെ കൂദാശയും കാരുണ്യഭവനം വെഞ്ചിരിപ്പും പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലേക്ക് യുവതലമുറയെ നയിക്കുന്ന എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് വിദ്യാഭ്യാസ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സൗജന്യ ഓഫ്ലൈൻ പരിശീലനം നടത്തി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.